ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ ഒരാഴ്ചയായി നാടകീയ നീക്കങ്ങളാണ് അരങ്ങേറിയത്. ദീർഘകാലം രാജ്യം ഭരിച്ച പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ വിലാപത്തോടെ ജനസാഗരം യാത്രയാക്കി. ഖമനേയിയുടെ അന്ത്യകർമ്മങ്ങൾ അവസാനത്തിലേക്ക് എത്തുന്നതിനിടെയാണ് ടെഹ്റാനെ ഞെട്ടിച്ച് വീണ്ടും US ആക്രമണം നടത്തിയത്. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷമാണ് അതിനിടയാക്കിയത്. 9 മാസത്തിനിടെ 2 യുദ്ധങ്ങൾ കണ്ട ജനങ്ങൾ കടുത്ത നിരാശയോടെയും അമർഷത്തോടെയുമാണ് ഈ പുതിയ ആക്രമണത്തെ കാണുന്നത്. ഖമനേയിയുടെ വിലാപയാത്രയിൽ 1 കോടിയിലധികം ആളുകൾ പങ്കെടുത്തതായാണ് ഔദ്യോഗിക കണക്കുകൾ. രക്തസാക്ഷിത്വത്തിന്റെയും പ്രതികാരത്തിന്റെയും ചുവന്ന പതാകകൾ ഏന്തിയാണ് കറുത്ത വസ്ത്രം ധരിച്ച ജനങ്ങൾ വിലാപയാത്രയിൽ നിറഞ്ഞത്. അമേരിക്കയ്ക്കും പ്രത്യേകിച്ച് ട്രംപിനുമെതിരെ കടുത്ത ആക്രോശങ്ങളാണ് വിലാപയാത്രയിൽ ഉയർന്നത്. ഫെബ്രുവരിയിൽ ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ട്രംപ് ഇറാൻ ജനതയോട് ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ തങ്ങളുടെ നേതാവിന്റെ ചോരയ്ക്ക് പകരമായി ട്രംപിനെ വധിക്കുമെന്നാണ് വിലാപയാത്രയിൽ പങ്കെടുത്തവർ ഒരുപോലെ വിളിച്ചു പറഞ്ഞത്. ചോരയ്ക്ക് പകരം ചോര എന്ന മുദ്രാവാക്യമാണ് അതിൽ ഉയർന്നത്. എന്നാൽ ഭരണകൂടത്തെ എതിർക്കുന്നവരും ഇറാനിലുണ്ട്. അമേരിക്കയുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിൽ സ്വന്തം ഭരണകൂടത്തെ വിമർശിക്കുന്നവരും തെരുവുകളിലുണ്ട്. സാത്താനുമായി യാതൊരു ചർച്ചയുമില്ല എന്ന മുദ്രാവാക്യങ്ങൾ മോസ്കോയുടെ ചുവരുകളിൽ എഴുതിവെച്ചിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിക്ക് നേരെ കല്ലേറുണ്ടായതായുള്ള വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. 40% പണപ്പെരുപ്പവും 8% തൊഴിലില്ലായ്മയും നേരിടുന്ന ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. മാസങ്ങളായി തുടരുന്ന ഇന്റർനെറ്റ് വിച്ഛേദനം രാജ്യത്തെ ബിസിനസ് മേഖലയെ പൂർണ്ണമായും തകർത്തു. എന്നാലും അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങൾക്കിടയിലും ട്രംപ് ഭരണകൂടവുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം ജനങ്ങൾ. അമേരിക്കയുമായി ചർച്ച തുടരാൻ ഇറാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ അവസാനിച്ചുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഈ പോസ്റ്റ് വരുന്നത്. ചർച്ചകളുടെ സ്വഭാവം വിശദീകരിക്കുകയോ വെടിനിർത്തൽ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുകയോ ട്രംപ് ചെയ്തിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിൽ 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തിന് പ്രതികാരമായി ഇറാനിൽ US നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് ഏറ്റവും പുതിയ സംഘർഷം. ആക്രമണത്തിൽ ടെഹ്റാനെ വാഷിംഗ്ടൺ കുറ്റപ്പെടുത്തിയപ്പോൾ ആരോപണങ്ങളെ സംശയാസ്പദമെന്ന് ഇറാൻ വിശേഷിപ്പിച്ചു. എങ്കിലും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള അംഗീകൃത പാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം മാത്രമേ സുരക്ഷിതമായി കണക്കാക്കാൻ കഴിയൂവെന്ന് ടെഹ്റാൻ മുൻപ് വാദിച്ചിരുന്നു. US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമായ കുവൈറ്റിലും ബഹ്റൈനിലുമുള്ള ഡസൻ കണക്കിന് US സൈനിക സൗകര്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും ഒരു US MQ-9 റീപ്പർ ഡ്രോൺ വെടിവെച്ചിട്ടതായി അവകാശപ്പെട്ടിരുന്നു. പുതുക്കിയ ശത്രുതകൾക്ക് പ്രാദേശിക സ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സമീപ ദിവസങ്ങളിൽ ഇരുപക്ഷവും പരിമിതമായ പ്രതികാര ആക്രമണങ്ങൾ തുടർന്നെങ്കിലും വെടിനിർത്തലും ഇടക്കാല സമാധാന കരാറും അവസാനിപ്പിച്ചുവെന്ന് പ്രഖ്യാപിക്കുന്ന ട്രംപിന്റെ ഏറ്റവും പുതിയ പരാമർശങ്ങൾ നേരത്തെ എത്തിച്ചേർന്ന നയതന്ത്ര ധാരണ ഫലപ്രദമായി തകർന്നിരിക്കാമെന്നതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ടെഹ്റാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് US ഇറാൻ ഉദ്യോഗസ്ഥർ ഖത്തറിൽ പരോക്ഷ ചർച്ചകൾ നടത്തിയതിന് തൊട്ടുപിന്നാലെയാണ് ഈ സംഘർഷം ഉടലെടുത്തത്. നയതന്ത്ര ശ്രമങ്ങളുടെ ദുർബലമായ അവസ്ഥയെ ഇത് സൂചിപ്പിക്കുന്നു. ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ 14 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ ആക്രമണത്തിൽ ഇറാന് കാര്യമായ നഷ്ടം സംഭവിച്ചു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 5 ഇറാനിയൻ പ്രവിശ്യകളിൽ US നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 14 പേർ കൊല്ലപ്പെടുകയും 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മരിച്ചവരിൽ 3 IRGC കമാൻഡോകളും ഉൾപ്പെടുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് മരിച്ച് 131 ദിവസങ്ങൾക്ക് ശേഷം സംസ്കരിക്കുന്ന അതേ നഗരമായ ഇറാനിയൻ നഗരമായ മഷാദിന് സമീപവും US ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ US ലക്ഷ്യമിട്ടത് ടെഹ്റാൻ മഷാദ് റെയിൽവേ ലൈനായിരുന്നു. ഇറാന്റെ കിഴക്കൻ പുണ്യനഗരമായ പരമോന്നത നേതാവ് ഖമനേയിയുടെ ശവസംസ്കാരത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് നടന്ന US ആക്രമണങ്ങളെ തുടർന്ന് ടെഹ്റാനും മഷാദും തമ്മിലുള്ള ട്രെയിൻ സർവീസും നിർത്തിവച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.